ഉണ്ടാക്കിയ കുറച്ച് നേരം കൊണ്ട് തന്നെ പ്ലേറ്റ് കാലിയായെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു അത്ഭുതമായിരിക്കും കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇടിച്ചക്കയാണ് കേട്ടോ. ഇടിച്ചക്ക കൊണ്ട് കോഫ്തയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഐറ്റമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർക്കും ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് ഞാൻ ഇടിച്ചക്ക ഒരു ഹാഫ് ഇടിച്ചക്ക എടുത്തേക്കുന്നത്. അത് ഇതുപോലെ നമ്മൾ തോരനൊക്കെ വേവിക്കണ പോലെ കുക്കറിൽ ഇട്ടിട്ട് ഇതുപോലെ മുറിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചെടുക്കുക. വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് അതിൽ വേവിച്ചെടുക്കുക. പിന്നെ അത് നമ്മൾ ഇടിച്ചക്കയ്ക്ക് തോരനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഇടിച്ച് ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഓപ്ഷനിലാണ്. പിന്നെ പച്ചമുളക്, കരിവേപ്പിലയാണ് കേട്ടോ. കരിവേപ്പില നല്ല കരിവേപ്പില എടുത്ത് വെച്ചിരുന്നതാണ്, കുറച്ച് ഉണങ്ങിപ്പോയി. പിന്നെ ആവശ്യത്തിന് ഇത് കടലമാവാണ് കേട്ടോ ഇടുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഉണ്ട പോലെ ആക്കിയിട്ട് വയ്ക്കുക, നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ കടുകെണ്ണയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് മിക്സിയിൽ സവോള, തക്കാളി, ചുമന്ന മുളകില്ലേ, കാശ്മീരി ചില്ലിയാണ്, അത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ ജീരകം ഇട്ടിട്ട് നമ്മൾ അരച്ചെടുത്ത സവോളയും തക്കാളിയും ചുമന്ന മുളകും ഇല്ലേ, അത് അതിലിട്ട് കൊടുക്കുക. പിന്നെ പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഞാൻ കടുകെണ്ണയിലാണ് വറുത്തെടുത്തേക്കണം. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. കടുകെണ്ണയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ. പിന്നെ മല്ലിപ്പൊടി, ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഈ കോഫ്ത അതെടുത്ത് അതിലിട്ടു. ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തന്നതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇടിച്ചൊക്കെ കണ്ടോ. ഇത് കുട്ടികൾക്ക് വരെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇടിച്ചക്കൊക്കെ കഴിക്കാത്ത കുട്ടികൾ ഇങ്ങനെ ആക്കി കൊടുത്താൽ കഴിച്ചോളും. ഇവിടെ ഇടിച്ചൊക്കെ തോരൻ വെച്ചാൽ കഴിക്കലില്ല, പക്ഷേ ഇങ്ങനെ ആക്കിയിട്ട് ഭയങ്കര ഇഷ്ടമായി. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. സൂപ്പറാണ്, ട്രൈ ചെയ്യണേ.